അറിയാതെ ഞാൻ ചാരെ. രചന തഹാനി ബിന്ദലി. അവതരണം ഷാഹുൽ മലയിൽ അൻഗിബിയ ശ്യാം. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നീ എന്താടി നൈറ പിരി ലൂസായവളെ പോലെ ഇരിക്കുന്നേ? നൈറയുടെ ചങ്ക് സൂഫി അവളോട് ചോദിച്ചു. എന്താ എനിക്കിരുന്നൂടെ? നൈറ അവളെ നോക്കി ചുണ്ടുകൂട്ടി. എടി പെണ്ണെ, നിനക്ക് എന്തിനു കേടാ? നിനക്ക് എന്തിനും ടെൻഷൻ ഉണ്ടെങ്കിൽ പറയടി. എടി വീട്ടില് കല്യാണം ആലോചിക്കാൻ തുടങ്ങിയടി. ഓ, അതൊരു നല്ല കാര്യല്ലേ? എന്തുകൊണ്ട് നമുക്ക് ലാഭം മാത്രം. പുതിയ ഡ്രസ്സ്, ഓർണമെന്റ്സ്, അടിച്ചുപൊളി, ഫംഗ്ഷൻ, പിന്നെ ഓസിനൊരു കെട്ടിയാൻ. ഓ നീച്ച് വയ്യ. ഓ ഡി ശവമേ, അതല്ല, നിനക്കറിയാലോ എനിക്ക് ഒരാളെ ഞാൻ എത്ര ശ്രമിച്ചിട്ട് അയാളുടെ ഫേസ് മനസ്സിൽ നിന്ന് മായുന്നില്ല. എന്റെ സങ്കല്പത്തിൽ എന്റെ നല്ല പാതി എങ്ങനെയായിരിക്കണം അതുപോലെയുണ്ട്. കുഞ്ഞി കണ്ണും നീളൻ മൂക്കും ഡ്രിം ചെയ്ത താടിയും എല്ലാത്തിലുപരി എന്റെ ഫേവറേറ്റ് നുണക്കുഴിയും. അയാൾ കഴിഞ്ഞ 2 മാസമായി എന്റെ ഉറക്കം കെടുത്തുക. കണ്ണടയ്ക്കുമ്പോ മനസ്സിൽ തെളിഞ്ഞു വരിക ആ മുഖം. ദേ, നീ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. അവള് പറയുന്ന കേട്ടാ തോന്നും ഓൻ അവളുടെ കാമുകനാണെന്ന്. അതൊക്കെ പോട്ടെ, നിനക്ക് അയാളെ പറ്റി എന്തറിയാം? പേരോ നാടോ ജാതിയോ എന്തെങ്കിലും? എന്തിനധികം പറയുന്നു? നേരിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ടോ? പോട്ടെ, ഒന്ന് നേരിട്ട് കണ്ടിട്ടുണ്ടോ? അപ്പോഴാ അവിടെ ഒലക്കമല്ല പ്രേമം. നിനക്ക് അസല് വട്ട, അല്ലാതെ ഞാൻ എന്തു പറയാനാ? വിട്ട് കള നൈറൂസേ. ഇതൊക്കെ നമുക്ക് കാണാൻ കൊള്ളാവുന്ന ചെക്കന്മാരെ കാണുമ്പോൾ തോന്നുന്ന ഓരോ ഫീലിങ്സ് ആണ്. അത് കുറച്ചാൾ കഴിയുമ്പോൾ മാറും. നീ വാ, നമുക്ക് ക്യാനീനിൽ പോയി ഈ സങ്കടത്തിൽ ഇതിലും തട്ടാം. അതും പറഞ്ഞ് സൂഫി നൈറുവിന്റെ കൈ പിടിച്ച് ക്യാനീനിലേക്ക് നടന്നു. എന്നാൽ നൈറു ഇപ്പോഴും ആ രൂപത്തിനിടയിൽ തന്നെ തങ്ങി നിന്നു. എന്തോ മനസ്സിൽ നിന്നും മായുന്നില്ല ആ രൂപം. കോളേജിൽ നിന്ന് തിരിച്ചു വന്ന നൈറയുടെ അവസ്ഥക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ആകപ്പാടെ ശോകമയം. എന്തുപറ്റി മോളെ നിനക്ക്? വയ്യേ? കോളേജിൽ നിന്ന് വന്ന് നിസ്കാരം കഴിഞ്ഞ് പതിവിന് വിപരീതമായി കയറിക്കിടന്ന നൈറോട് അവളുടെ ഉമ്മ ചോദിച്ചു. ഒന്നുമില്ലമ്മീ, ചെറിയൊരു തലവേദന, കുറച്ച് കിടക്കുമ്പോൾ മാറിക്കോളും. രാത്രിയിൽ അത്തായം കഴിക്കാൻ നൈറയും അവളുടെ ഉമ്മയും വാപ്പിയും ഇരുന്നു. ഉമ്മി പറഞ്ഞല്ലോ മോൾക്ക് തലവേദനയാണെന്ന്. ഇപ്പൊ കുറഞ്ഞോ? അവളുടെ വാപ്പി നെറുകിൽ തലോടി അവളോടായി ചോദിച്ചു. ഒറ്റ മോളായതുകൊണ്ട് തന്നെ നൈറയോട് അവളുടെ ഉമ്മിക്കും വാപ്പിക്കും അളവറ്റ സ്നേഹമായിരുന്നു. തിരിച്ച് അവൾക്കും അവർ ജീവൻ തന്നെയാണ്. കുറവുണ്ട് വാപ്പി. കൃത്രിമ ചിരിവരുത്തി അവൾ പറഞ്ഞു. പിന്നെ അവൾ നിശബ്ദത തളം കെട്ടി. ആരുടെയും അനക്കമില്ലാതെ തലയുയർത്തി നോക്കി നൈറ കാണുന്നത് ഉമ്മി വാപ്പിയോട് എന്തോ അവളോട് പറയാൻ കണ്ണു കാണിക്കുന്നതാണ്. എന്താ വാപ്പി, എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് മോളെ വേറൊന്നുമല്ല. മറ്റന്നാള് മോളെ കാണാൻ ഒരു കൂട്ടര് വരും. അന്ന് മോള് കോളേജിൽ പോകണ്ട. എന്തുകൊണ്ടോ അവൾ തലവിളിക്കിയതല്ലാതെ ഒന്നും തന്നെ പറഞ്ഞില്ല. എന്നാൽ തന്റെ മോളുടെ സമ്മതം കിട്ടിയപ്പോൾ അവളുടെ ഉമ്മയും വാപ്പിയും ഒരുപാട് സന്തോഷത്തിലായി. അവരുടെ സന്തോഷം കണ്ടപ്പോൾ നൈറക്ക് ഒന്നും തന്നെ എതിർത്ത് പറയാൻ തോന്നിയില്ല. എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി അവൾ മുറിയിലേക്ക് പോയി. നൈറക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അവളുടെ ചിന്തകൾ 2 മാസം മുമ്പ് നടന്ന സംഭവത്തിലേക്ക് പോയി. നൈറയും സൂഫിയും കോളേജിൽ വാഗമരച്ചോട്ടിൽ നിന്ന് ഫോണിൽ തോണ്ടുവാണ്. സൂഫിയുടെ മടിയിൽ തലയയച്ച് ഫോണിൽ എന്തോ വായിക്കുവാണ് നൈറ. സൂഫി ഇൻസ്റ്റയിൽ പിക്ക് നോക്കുന്ന തിരക്കിലാണ്. ഡി നൈറ, ദേ ഇവൾ നമ്മുടെ കൂടെ +2 പഠിച്ച ഷബിനയല്ലേ? ഇവളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞോ? അതും പറഞ്ഞ് അവൾ ഫോണിലെ പിക്ക് നൈറക്ക് കാണിച്ചു കൊടുത്തു. അതൊരു സെൽഫി പിക്കായിരുന്നു. കൂട്ടുകാരോടൊപ്പം നിന്ന് സെൽഫി എടുക്കുന്ന ഷബിന, അതാണ് പിക്ക്. പക്ഷേ നമ്മുടെ കൊച്ചിന്റെ കണ്ണുടക്കിയത് ആ പിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. നേവി ബ്ലൂ ഷർട്ടും ജീൻസും ഇൻസേർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു മൊഞ്ചൻ. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും നല്ല ക്ലിയറുണ്ട്. അവളുടെ കണ്ണിൽ ആദ്യം മുടക്കിയത് ചിരിക്കുമ്പോൾ തെളിഞ്ഞു വന്ന അവന്റെ നുണക്കുഴിയാണ്. അതോടെ അന്നേ വരെ പേരിന് പോലും ഒരു പ്രണയമില്ലാത്ത നൈറക്കുട്ടിക്ക് ചെക്കനെ കണ്ടതും സ്പാർക്ക് അടിച്ചു. ഒടുക്കത്തെ മുഹബത്ത്. പിന്നെ അങ്ങോട്ട് ഊടിലും ഉറക്കത്തിലും, എന്തിനധികം പറയുന്നു, സ്വപ്നത്തിൽ പോലും അവന്റെ രൂപം തന്നെയായിരുന്നു. അയാളെ പറ്റി സെബിനയോട് ചോദിക്കാനും പറ്റില്ല. കാരണം +2 കഴിഞ്ഞ ശേഷം ഷെബിനയുമായി വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. അവൾ അബ്രോഡ് പോയെന്ന് അറിഞ്ഞത്. അല്ലെങ്കിലും പഠിക്കുന്ന കാലത്തും അവളുമായിട്ട് വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ടാൽ ചിരിക്കും, വർത്തമാനം പറയും. പിന്നെ കുറച്ച് ക്ലോസ് ആയത് +2 ഓണ സെലിബ്രേഷൻ അന്നാണ്. ഞാനും അവൾ അത്തപ്പൂക്കള മത്സരത്തിന് ഒരു ടീമായിരുന്നു. അന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തിരുന്നു, അത്ര തന്നെ. പിന്നെ +2 കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല, കോണ്ടാക്റ്റും ഇല്ല. പിന്നെ ഞാനെങ്ങനെയാ പുള്ളിയെ പറ്റി അവളോട് ചോദിക്കുന്നേ? അവൾ എന്ത് വിചാരിക്കും? പക്ഷേ എന്നിട്ടൊന്നും നൈറയുടെ മനസ്സിൽ നിന്നും അയാൾ പോയില്ല. ദിവസങ്ങൾ കഴിയും തോറും ആ രൂപത്തോടുള്ള പ്രണയം കൂടിക്കൂടി വന്നു. അവൾ ഇരവും പകലും പടച്ചോനോട് ദുആ ചെയ്യാൻ തുടങ്ങി. തനിക്കൊരു നല്ല ഭാര്യ വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾ ആവണമേ എന്ന്. പോകുന്നിടത്തെല്ലാം അവൾ ആ മുഖം തിരയാൻ തുടങ്ങി. ഒന്ന് നേരിട്ട് കാണാൻ സാധിച്ചെങ്കിലെന്ന് ആഗ്രഹിച്ചു. പക്ഷേ നിരാശയായിരുന്നു ഫലം. നൈറയുടെ ഒപ്പ അവൾക്ക് വിവാഹാലോചന നോക്കാൻ തുടങ്ങി. അതറിഞ്ഞപ്പോൾ മുതൽ മനസ്സിലൊരു വീർപ്പുമുട്ടിലായിരുന്നു. താൻ ഏറെ കൊതിച്ച എന്തോ ഒന്ന് തന്നിൽ നിന്നും എന്നേക്കുമായി നഷ്ടപ്പെടുന്നത് പോലെ.
ഇപ്പോഴേ മറ്റന്നാൾ ആരോ തന്നെ കാണാൻ വരുന്ന പോലും എതിർക്കണമെന്നുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞ് എതിർക്കും? നാടോ പേരോ അറിയാത്ത ഒരാൾക്ക് വേണ്ടിയോ, ഞാനെന്ന വ്യക്തിയെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത, എന്നെ അറിയാത്ത, എന്നിലെ അയാൾക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയത്തെ അറിയാത്ത ഒരാൾക്ക് വേണ്ടിയോ? സൂഫി പറഞ്ഞത് ശരിയാ, എനിക്ക് വട്ടാണ്. മതി, ഇനിയും വയ്യ ഇങ്ങനെ ഒരിക്കലും നടക്കാത്ത സ്വപ്നത്തിന് വേണ്ടി കരയാൻ. നമ്മൾ കൊതിച്ചതും പടച്ചോൻ വിധിച്ചതും ഒന്നാണെന്നില്ലല്ലോ. എന്നിൽ വേറിട്ട പ്രണയം എന്നിൽ തന്നെ മൺമറയട്ടെ. എൻ്റെ സന്തോഷം എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞാൻ മറക്കുക. എന്നും ആ രൂപം എന്നിലൊരു മങ്ങലേൽക്കാതെ നഷ്ടപ്രണയമായി ഉണ്ടാവും ഹൃദയത്തിൻ്റെ ഒരു കോണിൽ. നിറഞ്ഞൊഴുകുന്ന മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേ ദിവസം നൈറ കോളേജിൽ പോയി സുഫിയോട് തന്നെ പെണ്ണ് കാണാൻ വരുന്ന കാര്യം പറഞ്ഞു. പിന്നെ താനെല്ലാം മറക്കുകയാണെന്നും. അത് പറഞ്ഞപ്പോൾ അവളുടെ ശബ്ദമിടറി. മിഴികളിൽ കണ്ണുനീർ സ്ഥാനം പിടിച്ചു. വിട്ട് കളയടി, അയാൾ നിനക്കുള്ളതല്ല, അതിൻ്റെ അവകാശം മറ്റാരോ ആണ്. നീ അത് മറന്ന് കളയടി. പിറ്റേന്ന് നൈറ ഒരു ഡാർക്ക് ഗ്രീൻ ആൻഡ് മസ്റ്റാർഡ് കളർ കോംബോ പലാസോ സ്യൂട്ടാണ് ധരിച്ചത്. സിമ്പിളായി തന്നെ ഒരുങ്ങി. വാപ്പിക്കും ഉമ്മിക്കും വേണ്ടി അവളുടെ സങ്കടം ഉള്ളിലൊതുക്കി അവൾ ചിരിയോടെ നിന്നു. കുറച്ചു കഴിഞ്ഞ് വീട്ടുമുറ്റത്ത് ഒരു കാർ വന്നു നിന്ന ശബ്ദം കേട്ടു. വാപ്പി ഉമ്മയോട് പറയുന്നു കേട്ടു അവരെത്തിയെന്ന്. വീട്ടിൽ ഉമ്മിയുടെയും വാപ്പിയുടെയും സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. വേറെ ആരുമില്ല. സ്വീറ്റ്സും ചായയുമായി ഉമ്മിയും മറ്റ് സ്ത്രീജനങ്ങളും പോയി. ഒടുവിൽ എനിക്കായുള്ള വിളിയെത്തി. ഉയർന്ന നെഞ്ചിരിപ്പോടെ ഞാൻ ഹാളിലേക്ക് നടന്നു. എന്തുകൊണ്ടോ എൻ്റെ തല താണു തന്നെ ഇരുന്നു. ഞാൻ ഉമ്മിയുടെ അരിയിലായി നിന്നു. പെട്ടെന്ന് എൻ്റെ കയ്യിലാരോ വന്ന് പിടിച്ചു. ഞാൻ മുഖമുയർത്തി നോക്കി. നിറഞ്ഞ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു സ്ത്രീ. ഒരു 50 വയസ്സ് തോന്നിക്കും. വെളുത്ത നിറം. ആ പുഞ്ചിരി കണ്ടപ്പോൾ തന്നെ ഉള്ളൊന്ന് തണുത്തു. മോളെ, ഉമ്മാക്ക് ഒത്തിരി ഇഷ്ടായി. നല്ല മൊഞ്ചത്തി എൻ്റെ മോള്. എൻ്റെ ഷാനുവിന് ചേരും. അത് പറഞ്ഞപ്പോൾ ഞാൻ അവരെ നോക്കിയൊന്ന് ചിരിച്ചു. പിന്നെ ആ ഉമ്മ തന്നെ അവിടെ ഇരുന്ന് ഓരോരുത്തരെയും പരിചയപ്പെടുത്തി തന്നു. ഇത് ഷാനുവിൻ്റെ വാപ്പി, ഇത് ഷാനുവിൻ്റെ ഇത്ത, ഇത് ഇത്താൻ്റെ ഹസ്ബൻഡ്. പിന്നെ ആ ഇത്താടെ കയ്യിൽ ഒരു 2 വയസ്സ് തോന്നിക്കുന്നൊരു കുഞ്ഞുണ്ടായിരുന്നു. എല്ലാവരുമായി. പക്ഷേ ഈ പറഞ്ഞ ഷാനു മാത്രം അവിടെ ഇല്ല. ഷാനു വന്നിട്ടില്ല. ഓൻ വരാനിരുന്നതാ. പക്ഷെ അവിടെ ഞങ്ങളുടെ കമ്പനിയിൽ പെട്ടെന്നൊരു ആവശ്യമായതുകൊണ്ട് അവിടെ നിൽക്കേണ്ടി വന്നു. ചെക്കൻ്റെ വാപ്പ പറഞ്ഞു. ഓ, അത് സാറില്ല, നിക്കാഹിനി അധികമൊന്നും ഇല്ലല്ലോ. അത് പറഞ്ഞത് എൻ്റെ വാപ്പിയാണ്. അതോടെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എല്ലാം നേരത്തെ സെറ്റ് ചെയ്താണ്. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് കവർ തന്ന് അതിലുള്ളതെല്ലാം ഇട്ടൊരുങ്ങി വരാൻ പറഞ്ഞു. ഞാനതെല്ലാം കൊണ്ട് റൂമിൽ പോയി. ഒപ്പം ഒരുക്കാൻ എൻ്റെ കസിൻസും. അതിലൊരു ഹെവി നേവി ബ്ലൂ ആൻഡ് ഗോൾഡൻ ലഹങ്കയായിരുന്നു. പിന്നെ അതിന് ചേരുന്ന ജ്വല്ലറി സെറ്റും എല്ലാം അണിയിച്ച് എന്നെ ഒരുക്കി. പുറത്തേക്ക് കൊണ്ടുവന്ന് എന്നെ കണ്ട് എൻ്റെ ഉമ്മയുടെ കണ്ണ് നിറഞ്ഞു. ഇല്ലെങ്കിലും അതങ്ങനെയാ. പെൺമക്കളെ ഇത്തരം വേഷത്തിലൊക്കെ കാണുമ്പോൾ അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. പിന്നെ പെട്ടെന്ന് തന്നെ വളയിടലും മധുരം തരലുമൊക്കെ കഴിഞ്ഞു. കുറച്ച് ഫോട്ടോസും എടുത്തു. എല്ലാത്തിനും നിന്നു കൊടുത്തു. ഒരു രൂപം കൊണ്ട് മാത്രം ഒരാളെ പ്രണയിച്ച എനിക്ക് വിധിച്ചതോ ഒരു രൂപം കൊണ്ടുപോലും പരിചയമില്ലാത്ത ഒരാളുടെ മഹർ. 1 മാസത്തിനുള്ളിൽ എൻ്റെ നിക്കാഹ് ഉറപ്പിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾ പോയി. ഇതിനിടയിൽ വാപ്പിയും ഉമ്മയും പയ്യൻ്റെ ഫോട്ടോ ആണെന്ന് പറഞ്ഞ് ഒരു കവർ കയ്യിൽ തന്നു. എന്തുകൊണ്ടോ അതെനിക്ക് തുറന്നു നോക്കാൻ തോന്നിയില്ല. പിന്നെ ഉമ്മി ഒരു ദിവസം എന്നോട് എന്തോ പറഞ്ഞ കൂട്ടത്തിലാണ് ചെക്കൻ്റെ യഥാർത്ഥ പേര് പോലും ഞാൻ അറിഞ്ഞത്. ഹമീഷ് ആദം എന്ന എല്ലാവരുടെയും ഷാനു. ഇന്നാണ് എൻ്റെ നിക്കാഹ്. ഞാൻ അതിരാവിലെ എണീറ്റു. സുബൈ നമസ്കരിച്ച ശേഷം പടച്ചവനോട് ദുആ ചെയ്തു. ദുആ ചെയ്തപ്പോഴെല്ലാം എൻ്റെ ഉള്ളിൽ ഞാൻ പോലും അറിയാതെ നിറങ്ങി നിന്നത് ആ നുണക്കുഴി ചിരിയുള്ള എൻ്റെ കൽബ് കവർന്ന രൂപത്തിനുടമയായിരുന്നു. ആ ഓർമ്മയിൽ എൻ്റെ നെഞ്ച് പൊട്ടുന്നത് പോലെ തോന്നി. പാടില്ല, ഇന്ന് ഞാൻ മറ്റൊരാളുടെ മഹറിന് അവകാശിയാവുകയാണ്. മറക്കണം, മറന്നേ പറ്റൂ. കുറച്ചു നേരം കണ്ണുകളടച്ച് ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു. ഉമ്മി വന്ന് എനിക്ക് ഭക്ഷണമൊക്കെ വാരി തന്നു. ഞങ്ങൾ ഇരുവരുടെയും കണ്ണ് നിറഞ്ഞു. ഇത്രയും കാലം ഞാൻ വളർന്ന വീടും വീട്ടുകാരെയും വിട്ട് ആരാന്നോ എന്താന്നോ അറിയാത്തൊരാളുടെ മഹറിൻ്റെ അവകാശിയായി മറ്റൊരിടത്തേക്ക്. പിന്നെ പെട്ടെന്ന് തന്നെ ബ്യൂട്ടീഷ്യൻ വന്നെന്നെ ഒരുക്കി. പുതുപ്പെണ്ണിന്റെ വേഷത്തിൽ നിൽക്കുന്ന എന്നെ ഞാൻ തന്നെ നോക്കി നിന്നു. ഏതൊരു പെണ്ണും ഏറെ സ്വപ്നം കാണുന്ന വേഷം. നാണത്താലും സന്തോഷത്താലും പുഞ്ചിരി വിരിയുന്ന നിമിഷം. തൻ്റെ പാതിയോടൊപ്പമുള്ള പുതിയ ജീവിതത്തിലേക്കുള്ള തുടക്കം. എല്ലാവരും മനസ്സിറങ്ങി സന്തോഷിക്കുന്നു. എനിക്ക് മാത്രം എന്തിനാ റബ്ബേ ഇങ്ങനെയൊരു വിധി? എനിക്ക് വിധിച്ചതല്ലെങ്കിൽ എന്തിനു നീ ആ രൂപത്തെ എൻ്റെ മുന്നിൽ എത്തിച്ചു? എന്തിനു നീ അവനെ എന്നിന്റെ പ്രണയമായി മാറ്റി? ഇങ്ങനെ കൊല്ലാതെ കൊല്ലണം. ഇതാണ് എൻ്റെ വിധി. പടച്ചോനേകിയ വിധി. ഇതുമായി പൊരുത്തപ്പെടാൻ എനിക്ക് നീ മനസ്സ് തരണേന്നാ.
എന്നാൽ എന്റെ കയ്യിലൊരു കൈത്താങ്ങെന്നോണം സുഫി പിടിമുറുക്കി അരുതെന്ന് എന്നോട് തന്നെ അവൾ കണ്ണുകൊണ്ട് പറയാതെ പറഞ്ഞു. ഉമ്മിയും വാപ്പിയും എന്നെ സ്നേഹത്തോടെ പുണർന്നു, നെറുകയിൽ ചുംബിച്ചു. ഇരുവരും അഭിമാനത്തോടെ എന്റെ കൈ പിടിച്ച് വീട്ടിൽ നിന്ന് കാറിലേക്ക് കയറ്റി. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം കാറ് കൺവെൻഷൻ സെന്ററിന് മുമ്പിൽ നിന്നു. എന്നെ ആരൊക്കെയോ ചേർന്ന് അതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. ഒറ്റമകളുടെ നിക്കാഹ് വാപ്പി ആർഭാടത്തോടെ തന്നെയാണ് നടത്തുന്നതെന്ന് അതിന്റെ ഉള്ളു കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്നെ നേരെ ഗ്രീൻ റൂമിൽ കൊണ്ടുപോയി ഇരുത്തി. എൻ്റെ ഒപ്പം സുഫിയും ഉണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മായി വന്ന് പറഞ്ഞു ചെക്കനും വീട്ടുകാരും എത്തിയെന്ന്. കല്യാണത്തിന് 2 ദിവസം മുമ്പാണ് ഷാനുക്ക നാട്ടിലെത്തിയത്. നിക്കാഹിന് 2 ദിവസം മാത്രം ബാക്കിയുള്ളതുകൊണ്ട് തമ്മിലുള്ള കൂടിക്കാഴ്ച നിക്കാഹിന്റെ അന്നാകാമെന്ന് വെച്ചു. ഒരു തരത്തിൽ എനിക്കതൊരു ആശ്വാസമായിരുന്നു. നിക്കാഹ് തുടങ്ങി. അവിടെ നിന്നൊരു സ്ത്രീ പറഞ്ഞു ഉമ്മിയനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എന്താണ് ഞാൻ ദുആ ചെയ്യേണ്ടത്? എനിക്കൊന്നും തന്നെ പറയാനോ ചെയ്യാനോ പറ്റാത്ത അവസ്ഥ. തികച്ചും മരവിച്ചു പോയ എൻ്റെ മനസ്സ്. കുറച്ചു സമയം കടന്നുപോയി. നിക്കാഹ് കഴിഞ്ഞു. അടുത്ത് മഹറണിക്കാൻ പെണ്ണിനെ കൊണ്ടുപോകാൻ പറഞ്ഞു. പക്ഷേ എന്റെ കാതുകൾ കേട്ടതൊന്നു മാത്രം. നിക്കാഹ് കഴിഞ്ഞു. ഞാൻ മറ്റൊരാളുടെ സ്വന്തമായി. ഞാൻ ആഗ്രഹിച്ചും കൊതിച്ചതുമായ ജീവിതം എന്നിൽ നിന്നും എന്നേക്കുമായി കൈവിട്ടുപോയി. ഇല്ലെങ്കിലും ഞാൻ മാത്രമാണല്ലോ പ്രണയിച്ചത്. ആരാ എന്ന് പോലും അറിയാത്തൊരാളെ ജീവന തുല്യം സ്നേഹിച്ച വിട്ടി. എന്റെ ഹൃദയം ആർത്തലച്ച് കരഞ്ഞു. പക്ഷെ അത് കാണാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഷാനുക്കാടെ ഇത്തയും കുറച്ച് പെൺകുട്ടികളും ചേർന്ന് എന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. എന്റെ ഹൃദയം നിയന്ത്രണമില്ലാതെ അതിവേഗം ഇടിക്കാൻ തുടങ്ങി. എന്നെ സ്റ്റേജിൽ സെറ്റ് ചെയ്തിരുന്ന ചെയറിൽ കൊണ്ടിരുത്തി. ഞാൻ തലകുനിച്ച് തന്നെ ഇരുന്നു. എന്റെ ഓപ്പോസിറ്റുള്ള ചെയറിൽ സ്യൂട്ട് ധരിച്ച ഒരാൾ ഇരിക്കുന്നുണ്ട്. അതെ, എന്റെ മഹറിന്റെ അവകാശി. പക്ഷെ എന്തുകൊണ്ടും മിഴികൾ ഉയർത്തി നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ കഴുത്തിൽ എന്തോ വീഴും പോലെ തോന്നി. എന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന ഹാമിഷ് എന്ന് കൊത്തിയ മഹറിൽ എന്റെ മിഴികൾ ഉടക്കി. അറിയാതെ എന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി താഴേക്ക് ഒഴുകിയിറങ്ങി. താൻ കരയുവാണോ? ഒന്ന് നോക്കടോ, ആദ്യമായിട്ടല്ലേ നമ്മൾ നേരിട്ട് കാണുന്നത്. ഷാനുക്ക പതിഞ്ഞ ശബ്ദത്തിൽ എന്നോട് പറഞ്ഞു. ഞാൻ എന്റെ മിഴികൾ തുടച്ച് പതിയെ എന്റെ മിഴികൾ ഉയർത്തി ഷാനുക്കയെ നോക്കി. ഞാൻ ആദ്യമായി എന്റെ പാതിയെ കണ്ടു. പക്ഷേ ആ ഒരു നിമിഷം എന്റെ ഹൃദയം നിലച്ചു പോയതുപോലെ ഞാനൊരു നോക്ക് കാണാൻ കൊതിച്ചു മുഖം. ആരാണെന്നോ എന്താണെന്നോ അറിയാതെ ഒരു രൂപം കൊണ്ട് മാത്രം ഞാൻ ജീവന തുല്യം സ്നേഹിച്ച എന്റെ പ്രാണൻ. എന്റെ ചുണ്ടിൽ ഞാൻ പോലും അറിയാതെ ചിരി വിരിഞ്ഞു. മനസ്സറിഞ്ഞുള്ള ചിരി. ഞാൻ സുഫിയെ നോക്കിയപ്പോൾ തന്നെ അവളുടെ റിലേ പോയി നിൽക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അവളുടെ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് എൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഷാനുക്കയോട് അധികമൊന്നും മിണ്ടിയില്ല. കാരണം ഞാൻ ഏതോ ഒരു മായാലോകത്തായിരുന്നു. ഉമ്മിയോട് ഉപ്പയോട് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. വാപ്പിയെ ഉമ്മയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഒടുവിൽ ഷാനുക്ക തന്നെ എന്നെ ചേർത്ത് പിടിച്ച് കാറിൽ കയറ്റി. ആ സങ്കടത്തിലും ഒരുപാട് സന്തോഷം നൽകി എനിക്കത്. കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഷാനുക്കയുടെ വീട്ടിലെത്തി. ഷാനുക്കയുടെ കൈ പിടിച്ച് ആ വീടിന്റെ പടി കയറിയപ്പോൾ ഞാൻ പടച്ചവനോട് മനസ്സുകൊണ്ട് 1000 നന്ദി പറഞ്ഞു. അവിടെ ചെന്നതിന് ശേഷം ഞാൻ ഷാനുക്കയെ അധികം കണ്ടില്ല. കൂട്ടുകാരോടൊപ്പം തിരക്കിലാണ്. പക്ഷെ ഇടയ്ക്കിടെ എന്നെ തേടി വരുന്ന ആ നോട്ടം താങ്ങാനാവാതെ ഞാൻ മിഴിവെട്ടിക്കും. അങ്ങനെ ആളും ആരവും എല്ലാം ഒഴിഞ്ഞ് ഷാനുക്കയുടെ ഉമ്മയും ഇത്തയും ഭർത്താവും കുഞ്ഞും പിന്നെ ഷാനുക്കയുടെ ഉപ്പയും ഞങ്ങൾ മാത്രമായി. അത്തായം കഴിക്കാൻ നേരം ഞാൻ ഷാനുക്കയുടെ അടുത്താണ് ഇരുന്നത്. പെട്ടെന്ന് എൻ്റെ ചെവിക്കരികിൽ ഒരു ചുടുനിശ്വാസം തട്ടി. അതെ, താഴ്ന്ന് അധികം കറങ്ങണ്ട, പെട്ടെന്ന് വന്നേക്കണം കേട്ടോ. ഐ വാന സേ യു സംതിങ്. അത്രയും പറഞ്ഞ് പുള്ളി റൂമിലേക്ക് പോയി. ഞാൻ ഇത്തയുടെ റൂമിൽ പോയി ഫ്രഷായി. എന്നെ ഒരു സാരി കുടിപ്പിച്ച് ഇത്ത റെഡിയാക്കി. ഉമ്മ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് പാല് തന്നു. എന്നെ നെറുകയിൽ ചുംബിച്ചു. ഇത്ത എന്നെ ഷാനുക്കയുടെ റൂമിന് മുന്നിൽ എത്തിച്ചു. ഞാൻ ഏറെ ആഗ്രഹിച്ചതാണെങ്കിലും ഈ ദിവസം എന്തുകൊണ്ടോ എൻ്റെ ഹൃദയമിടിപ്പ് ഉയർന്നു. ഞാനൊരു ദീർഘനിശ്വാസം എടുത്തു. റൂമിനുള്ളിലേക്ക് കയറി. എന്നെ കാണാത്ത പോലെ ഷാനുക്ക ബെഡിന്റെ ഹെഡ് ബോർഡ് ചാരി ഇരിപ്പുണ്ട്. ഞാൻ ഉള്ളിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത് പാലവിടെ ടേബിളിൽ വെച്ചു. ഞാൻ ഷാനുക്കയെ നോക്കിയപ്പോൾ എന്നെ തന്നെ ഇമവട്ടാതെ നോക്കിയിരിക്കുവാണ്. വാടോ, ഇവിടെ ഇരിക്ക്. കിട്ടിയെന്നല്ലേ ഉള്ളൂ. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ തനിക്ക് എന്നെ പറ്റി ഒന്നും തന്നെ അറിയില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ തന്നോട് പറയാനുണ്ട്. എനിക്കും പറയാനുണ്ട് ഷാനുക്കയോട്, ഒരുപാട്. ആഹാ, എന്നാ പിന്നെ താൻ തന്നെ ആദ്യം പറഞ്ഞു കേൾക്കട്ടെ. ആദ്യമായിട്ട് കാണുന്ന എന്നോട് തനിക്ക് എന്താ അത്ര പറയാനുള്ളത്? മടിക്കാതെ പറയടൂ. അതും പറഞ്ഞ് ഷാനുക്ക എന്നെ തന്നെ നോക്കി, എന്നെ കേൾക്കാനെന്ന പോലെ. അതിന് ഞാൻ ഷാനുക്കയെ ആദ്യമായിട്ടല്ലല്ലോ കാണുന്നത്. വാട്ട്? ഷാനുക്ക അത്ഭുതത്തോടെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു തുടങ്ങി. ഞാൻ ഷാനുക്കയെ ഷെമിനയുടെ ഫോട്ടോയിൽ കണ്ട നാൾ മുതൽ ഇന്നെൻ്റെ കഴുത്തിൽ മഹറണീസ് വരെയുള്ള കാര്യം. ആ മിഴികളിൽ അത്ഭുതം മാത്രമല്ല, ഒരു നീർത്തിളക്കവും ഞാൻ കണ്ടു.
ഷാനുക്ക് എന്നെ ഇറുകെ പുണർന്നു. ഞാനും ആഗ്രഹിച്ച പോലെ ആ നെഞ്ചോട് ചേർന്ന് നിന്നു. കുറച്ചു നേരം കടന്നുപോയി. ഞങ്ങൾ പരസ്പരം അടർന്നു മാറാതെ അങ്ങനെ തന്നെ നിന്നു. ഞാൻ ഷാനുക്കയെ തലയുയർത്തി നോക്കി. ഷാനുക്ക് എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? നിനക്ക് എന്നോട് പറയാനുള്ളത് നിന്റെ 2 മാസത്തെ അജ്ഞാത പ്രണയമാണെങ്കിലേ എനിക്ക് പറയാനുള്ളത് 2 കൊല്ലത്തെ എൻ്റെ അനശ്വര പ്രണയത്തെ പറ്റിയാ. നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് എന്താണെന്ന് നിനക്കറിയോ? അത് പ്രൊപ്പോസൽ വന്ന ടൈമല്ലേ? അല്ല, ആ ഫോട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. കാണാതെയാ ഉമ്മിയോട് ഞാൻ ഈ നിക്കാഹിന് സമ്മതിച്ചത്. അതും ഒട്ടും താല്പര്യമില്ലാതെ, ഉമ്മിയുടെ നിർബന്ധം സഹിക്കാനാവാതെ. പക്ഷെ ഞാൻ നിന്നെ ആദ്യമായിട്ട് കണ്ടത് 2 വർഷം മുമ്പാണ്. തെളിച്ചു പറഞ്ഞാൽ നീ +2 പഠിക്കുന്ന ടൈം. നീ എങ്ങനെയാണോ എന്നെ കണ്ടത് അതുപോലെ ഷെബിനയുടെ വാട്സാപ്പ് സ്റ്റാറ്റസിൽ ഓണം സെലിബ്രേഷൻ പിക്കിലൂടെ ആയിരുന്നു ഞാൻ നിന്നെ കണ്ടത്. എൻ്റെ മിഴിയിലാന്ന് തുടക്കിയത് അവളോടൊപ്പം നിന്ന് നിന്നിലായിരുന്നു. ഇതുവരെ ആരോടും തോന്നാത്തൊരു ഇഷ്ടം നിന്നോട് എനിക്ക് തോന്നി. കസിനാണെങ്കിലും ഞാൻ അവളായിട്ട് അത്ര കമ്പനിയല്ല. അതുകൊണ്ട് തന്നെ നിന്നെപ്പറ്റി എനിക്ക് അവളോട് ചോദിക്കാനും കഴിഞ്ഞില്ല. പക്ഷേ എനിക്ക് നിന്നെ മറക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഉമ്മി കൊണ്ടുവരുന്ന ഓരോ പ്രപ്പോസലും ഞാൻ മുടക്കി. ഓരോ പെൺകുട്ടിയുടെ ഫോട്ടോ കാണുമ്പോഴും എൻ്റെ ഉള്ളിൽ നീ മാത്രമായിരുന്നു. 2 വർഷം ഞാൻ നീ പോലും അറിയാതെ നിന്നെ പ്രണയിച്ചു. ആരാന്നോ എന്താന്നോ അറിയാതെ. പക്ഷേ അവസാനം ഉമ്മി പിടിമുറുക്കി. ഉമ്മിയുടെ കണ്ണുനീരിന് മുന്നിൽ ഞാൻ സ്വയം എൻ്റെ പ്രണയം മറക്കാൻ ശ്രമിച്ചു. നിന്റെ ഫോട്ടോ പോലും കാണണ്ട, ഉമ്മിയോട് തീരുമാനിച്ചോളാൻ പറഞ്ഞു. പക്ഷേ അന്നവർ നിന്നെ കാണാൻ വന്ന ദിവസം ഫംഗ്ഷന്റെ പിക്ക് എനിക്ക് ഇത്ത സെൻഡ് ചെയ്തു. കൈതട്ടിയാ ആ ഫോട്ടോസ് ഓപ്പൺ ആയത്. പക്ഷേ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഒരുപാട് കൊതിച്ചവൾ തന്നെ എൻ്റെ പെണ്ണായി. എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിന്നെ ഞാൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന എൻ്റെ പെണ്ണായതിനു ശേഷമായിരിക്കണമെന്ന്. അതാ നിന്നെ കാണാൻ വരാതിരുന്നത്. പക്ഷേ ഞാനിന്ന് അതിലേറെ സന്തോഷത്തിലാണ്. ഞാൻ കൊതിച്ച പെണ്ണ് എന്നെയും ജീവനുള്ളിൽ സ്നേഹിച്ചു എന്ന് അറിഞ്ഞപ്പോൾ എനിക്കായിട്ടാണ് അവൾ ഇത്രയും നാൾ കാത്തിരുന്നെന്ന് ഓർത്തപ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ റിയലി ലവ് യു നൈറ. മാഡ്ലി ഐ ആം അഡിക്റ്റഡ് ടു യു. അത് പറഞ്ഞ് ഇക്ക എന്നെ നെറുകയിൽ ചുംബിച്ചു. ഇക്കയുടെ ചുംബനം ഞാൻ മിഴികൾ അടച്ച് ഏറ്റുവാങ്ങി. ഞാൻ ഇക്കാനെ വാരിപ്പുണർന്നു. എന്തുകൊണ്ടോ എൻ്റെ സന്തോഷത്തിൻ്റെ അതിരുകളില്ലായിരുന്നു. ഇക്കയുടെ മുഖമാകെ ചുംബനം കൊണ്ട് മൂടി ഞാൻ. ഐ ലവ് യു സോ മച്ച് ഇക്ക. ഇക്ക ഞൊടിയിടയിൽ എൻ്റെ അതരങ്ങളോട് ഇക്കയുടെ അതരം ചേർത്തു. ഇക്കയുടെ അതരങ്ങൾ എന്നിൽ ആഴ്ന്നിറങ്ങി. ആ ചുംബനത്തിലുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രണയത്തിൻ്റെ തീവ്രത. ദീർഘചുംബനത്തിൻ്റെ ആലസ്യത്തിൽ ഞാൻ ഇക്കയുടെ നെഞ്ചിൽ ഒരു കിതപ്പോടെ ചാഞ്ഞു. കിതപ്പുകൾ കെട്ടടങ്ങിയപ്പോൾ ഇക്ക എൻ്റെ മുഖം കൈകളിൽ കോരിയെടുത്തു. ഞങ്ങളുടെ മിഴികൾ ഒരു നിമിഷം തമ്മിലിടഞ്ഞു. നൈറു, ഞാൻ നിന്നെ സ്വന്തമായിക്കോട്ടെ പെണ്ണെ. എല്ലാ അർത്ഥത്തിലും ഈ ഷാനുവിൻ്റെ മാത്രം നൈറുവാക്കിക്കോട്ടെ. എൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ ഇക്ക എന്നോട് ചോദിച്ചു. ഒരിക്കലും അനുവാദം ചോദിക്കരുത്. എന്നിൽ പൂർണ്ണ അവകാശം എൻ്റെ ഷാനുക്കയ്ക്ക് മാത്രമാണ്. ഇക്ക എന്നെ കൈകളിൽ കോരിയെടുത്ത് ബെഡിൽ കിടത്തി എന്നിലേക്ക് അമർന്നു. ഒരു പേമാരിയായി എന്നിൽ പെയ്തിറങ്ങി. ഞങ്ങളുടെ കൂടിച്ചേരലിന് സാക്ഷ്യം വഹിച്ച് പുറത്ത് മഴ അതിൻ്റെ പ്രണയിനിയായ ഭൂമിയെ പുൽകി. ഒരു ചെറുനോവ് സമ്മാനിച്ചുകൊണ്ട് എൻ്റെ പ്രണയം എന്നിൽ അലിഞ്ഞു ചേർന്നു. ഞങ്ങൾ ഇരുവരുടെയും കണ്ണിൽ നിന്ന് പ്രണയ സാക്ഷാത്കാരത്തിൻ്റെ നീർമണികൾ പൊഴിഞ്ഞു. ഇക്കയുടെ വീർതൊട്ടിയ മാറിലേക്ക് ഞാൻ തലചായ്ച്ചു. ഒരിക്കലും പിരിയില്ലെന്ന പോലെ ഇക്കയുടെ കരങ്ങൾ എന്നെ പൊതിഞ്ഞു. ഇരുവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ സാഹചര്യം അവരെ നമ്മളിൽ നിന്ന് നടത്തി മാറ്റിയാലും പടച്ചോൻ്റെ വിധി ചിലപ്പോഴൊക്കെ അവരെ നമ്മളിൽ തന്നെ എത്തിക്കും.